നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോവിന്ദ വാങ്ങിച്ചു. അപ്പൊ ശരി, നന്ദിയുണ്ട്. എന്നെ സമ്മതിക്കണം. അപ്പച്ചി, അപ്പൊ ഷോക്ക് അടിച്ച പോലെ കിടന്ന് പിടച്ചത് അഭിനയായിരുന്നല്ലേ? സൂപ്പർ. ആകാശേ, ഈ പട്ടിയുടെ വാല് കുഴലിട്ടാല് കുഴല് വളയുന്നല്ലാതെ വാലൊന്നും വരാൻ പോകുന്നില്ല. അതുപോലെയാ നിന്റെ അമ്മയുടെ ബുദ്ധി. മക്കളെ, നിങ്ങൾ സമയം കളയണ്ട, പോവാൻ നോക്ക്. ഇതൊന്നും മനസ്സിൽ വെക്കേണ്ട മക്കളെ. ഈ സൂര്യ ടിവിയിലെ ഫൺ ബേബി ഫൺ കണ്ടെന്ന് വിചാരിച്ച് ചിരിച്ച് സന്തോഷത്തോടെ പോയിട്ട് വാ. അമ്മ എന്നാ പോയിട്ട് വരട്ടെ. നടക്ക്. ഒത്തിനെ കുത്തുന്ന സൂചി കൊണ്ട് എന്നെ കുത്താൻ നോക്കിയല്ലേ? നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. വെറുതെ നിലത്ത് കിടന്നുകൊണ്ടത് മെച്ചം. അയ്യോ, അവളങ്ങ് പോയല്ലോ. എല്ലാം വേസ്റ്റായി. നാശങ്ങള്. പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പോയിട്ട് പോവാൻ മക്കളെ. ശരി അച്ഛാ. അളിയ പോയിട്ട് പോവാൻ. ഗോവിന്ദാമ്മ ശരി. ബൈ. ദിലീപ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആകാശ് വന്നില്ലല്ലോ? ഇല്ല മാഡം. ഇന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞതല്ലേ? മാഡം, ആകാശ് സാറ് 1 വീക്ക് മെഡിക്കൽ ലീവ് എടുത്തിരിക്കുക. മെയിൽ വന്നിട്ടുണ്ട്. ഇപ്പോ മെഡിക്കൽ ലീവ് എടുക്കാൻ കാരണം എന്താ? മാഡം, എല്ലാവരും ശരീരത്തിന് സുഖമില്ലാതെ വരുമ്പോഴല്ലേ മെഡിക്കൽ ലീവ് എടുക്കുന്നത്. അതുപോലെ ആകാശ് മനസുഖത്തിനായി വൈഫിനെ കൂട്ടി 3 പോടുത്ത ലീവാ. എന്തിനാ സാറേ മാഡത്തിനോട് അങ്ങനെ പറഞ്ഞത്? സൗമ്യക്കറിയല്ല, ചില സമയത്ത് എന്റെ വായിൽ സത്യങ്ങൾ മാത്രമേ വരൂ. അങ്ങനെ വന്ന ആരാണ് മുന്നം പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. വെട്ടി തുറന്നങ്ങ് പറയും. ആകാശേ, നീ ഹണിമൂൺ ആഘോഷിക്കാൻ പോയല്ലേ? കാണിച്ചു തരാം നിന്നെ, ഈ ശ്രേയ രാജേശ്വരി ആരാണെന്ന്. മാഡം. ദിലീപ്, ഞാൻ 2 ദിവസം ലീവ്. ഇവിടുത്തെ കാര്യങ്ങൾ അപ്പ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ശരി മാഡം. വയ്ക്കൂ. ഹലോ. ശരത്, ഇറ്റ്സ് മീ ശ്രേയ. എന്നെ ഓർമ്മയുണ്ടോ ശരത്തിന്? നമ്മള് ബാംഗ്ലൂരില്. ഓർമ്മയുണ്ട്. നിന്നെ മറക്കാനോ? സുഖാണോ? പറ ശ്രേയ, വാട്സാപ്പ്. ഇപ്പോ കുട്ടനാട്ടിലാണല്ലേ? യെസ് ശരത്, കുട്ടനാട്ടില. എങ്ങനെ പോകുന്നു ഓഫീസ് ലൈഫൊക്കെ? നന്നായി പോകുന്നു ശരത്. ശരത്, ഞാനിപ്പോ വിളിച്ചത് എനിക്ക് ശരത്തിന്റെ ഒരു ഹെൽപ്പ് വേണം. ഷുവർ, എന്താണേലും പറഞ്ഞോ ശ്രേയ. ഞാൻ മൂന്നാറിലേക്ക് വരുന്നുണ്ട്.
എനിക്കവിടെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനെനിക്ക് ശരത്തിന്റെ ഒരു ഹെൽപ്പ് വേണം. നോ പ്രോബ്ലം. എന്താണേലും പറഞ്ഞോളൂ ശ്രേയ. താങ്ക് യു ശരത്. ഓക്കെ, സി യു. കാക്കുതി, ആദ്യമായിട്ടാണ് മൂന്നാർ വരുന്നത്? ഞാനും വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാ. ഊട്ടി കൊടൈക്കനാലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ അടുത്ത് കിടക്കുന്ന മൂന്നാർ കാണാൻ പറ്റിയിട്ടില്ല. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, തൊട്ടടുത്ത് മറ്റുള്ളതിനേക്കാൾ നല്ലതുണ്ടാവും. നമ്മളതൊന്നും കാണാതെ ദൂരത്തുള്ള ഭംഗി തേടി പോകും. എന്റെ ജീവിതത്തിലും സംഭവിച്ചത് അതാണല്ലോ കാക്കോത്തി. എന്താ? അല്ല, മൂന്നാർ പോവാതെ ഊട്ടിയിലും കൊടൈക്കനാലും പോയ കാര്യം പറഞ്ഞതാ. കാക്കോത്തി, ഇവിടെ കാണാനുള്ള എന്തൊക്കെയാണെന്ന് സെർച്ച് ചെയ്തേ. നമുക്ക് മൊത്തം കറങ്ങാം. നെറ്റ് പോയിട്ട് റേഞ്ച് പോലും ഇല്ല. ഓ, അത് ഞാൻ ഓർത്തില്ല കാക്കുത്തി. സാരല്ല, നമുക്ക് അന്വേഷിച്ചു പോവാം. ഇനിയും കുറെ ദൂരം ഉണ്ടാക്കും ചേട്ടാ. എത്ര ദൂരം ഉണ്ടെങ്കിൽ എന്താ, നമ്മുടെ മുന്നിൽ ഒരാഴ്ച ഇങ്ങനെ കിടക്കല്ലേ. നല്ല ക്ലൈമറ്റാ, നമുക്ക് കുറച്ചു നേരം ഇറങ്ങി പുറത്തു നിന്നാലോ? ഇപ്പൊ വേണ്ട ചേട്ടാ. ആ, വേണ്ടെങ്കിൽ വേണ്ട. കാക്കുത്തി, നമ്മള് താമസിക്കാൻ പോകുന്ന റിസോർട്ട് എത്താറായി കേട്ടോ. കാക്കുത്തി, റിസോർട്ട് സൂപ്പർ ആണല്ലേ. ക്ലൈമറ്റും വ്യൂ എല്ലാം അടിപൊളി. ശരിയാക്കു ചേട്ടാ. വാ. ആ ഫൈനോട്ടായിട്ട് ക്ലീൻ ചെയ്യും. വൈകിട്ട് 5 മണിക്ക് ഗസ്റ്റ് ഉള്ളതാ. വിളിക്കാം. വെൽക്കം സർ. താങ്ക് യു. വെൽക്കം മാഡം. താങ്ക് യു. താങ്ക്സ്. ആ ആകാശ്, കുട്ടനാട്ടുന്ന റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സർ? ഇല്ല, 1 വീക്ക് സ്റ്റേക്കുള്ള പാസ് ഉണ്ട്. ആ, പാസ് ഒന്ന് കാണിക്കേ. എടുക്കാം.